ഹലോ ഗൈസ്, വീണ്ടും അടുത്തൊരു ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ട്യൂട്ടോറിയൽ പഠിക്കാൻ പോണത് എന്താണ് ഒരു മെയ്റ്റ് കണക്ടർ എന്താണ്. അപ്പം നമ്മൾ കൺവെൻഷണൽ CAD, ഫോർ എക്സാമ്പിൾ ഞാൻ സോളിഡ് വർക്ക്സ് പറയുകയാണ്. സോളിഡ് വർക്ക്സിൽ നമ്മളൊരു പാർട്ട് ഉണ്ടാക്കിയിട്ട് അതിനെ മെയ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മിനിമം 3 മെയ്റ്റ് കൊടുത്താലാണ് അത് യൂഷ്വലി അത് കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് ആവുള്ളൂ. അതിന്റെ എല്ലാ മൂവ്മെന്റും നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺ ഷേപ്പില് മെയ്റ്റിംഗ് ഒരു ഡിഫറെന്റ് അപ്രോച്ചിലാണ് കണ്ടിരിക്കുന്നത്. അതിനെ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരു മെയ്റ്റ് കൊണ്ട് ഒരു പാർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അതിന്റെ ഒരു അപ്രോച്ച്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മെയ്റ്റ് കണക്ടർ. ഈ മെയ്റ്റ് കണക്ടർ ആക്ച്വലി വളരെ യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങളുടെ മെയ്റ്റ് കണക്ടർ നിങ്ങളുടെ പാർട്ടിന്റെ ഫീച്ചറിനോട് ലിങ്ക്ഡ് ആവണമെന്നില്ല. അപ്പൊ പാർട്ടിനോട് ലിങ്ക്ഡ് ആക്കാം, പക്ഷെ പാർട്ട് ഫീച്ചേഴ്സിനോട് ലിങ്ക്ഡ് ആവണമെന്നില്ല. അപ്പൊ അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ആൾക്കാർക്ക് അറ്റ് എ ടൈം ഒരു ഡിസൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കാറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ അറിയാം കാറിന്റെ. അതായത് 4 ടയർ എവിടെ ഇരിക്കണമെന്നും കാറിന്റെ ഔട്ടർ ഡയമെൻഷൻ ഇന്നർ ഡയമെൻഷനും ഒക്കെ ഔട്ടർ മീൻസ് ലെങ്ത് വിഡ്ത്ത് അങ്ങനത്തെ ഡയമെൻഷനുകളൊക്കെ ഫിക്സ്ഡ് ആണ്. ബാക്കി എല്ലാ ഡയമെൻഷനുകളും ഉള്ളില് നമുക്ക് എവിടെ പോണം എങ്ങനെ ഇരിക്കണം എന്ന് നമുക്കറിയാം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്റ്റിയറിംഗ് എന്ന് പറയുന്ന സാധനം ഈ ഒരു കാറിന്റെ ഈ ഒരു ഫിക്സഡ് ഏരിയയിലാണ് വരേണ്ടത് എന്ന് നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആണ് മുൻകൂട്ടിയെ തന്നെ. അപ്പൊ ആ ഡിസൈനർ അത് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഫിക്സ് ചെയ്യണേക്കാളും നല്ലത് ആ ഒരു സ്പേസിൽ ഇരുന്ന് ഡിഫൈൻ ചെയ്യരുത്. ഒരു ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ആണ് മെയ്റ്റ് കണക്ടറിന്റെ. അപ്പൊ നമ്മളൊരു പാർട്ടിനെ നമ്മളൊരു ഒറിജിൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പേസിൽ ഒരു പോയിന്റ് ആയിട്ട് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിനെ ആണ് നമ്മൾ അസംബ്ലിയിൽ കൊണ്ടുപോയിട്ട് ലിങ്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കിയ നമ്മുടെ പാർട്സിന്റെ ഈ ബഡ്സിൽ നമ്മൾ എങ്ങനെയാണ് ഈ മെയ്റ്റ് കണക്ടർ വെച്ചിട്ട് നമ്മൾ അസംബിൾ ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് മെയ്റ്റ് കണക്ടർ എന്ന് എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആദ്യം ഒറിജിൻ എൻറ്റിറ്റി ഞാൻ നമ്മുടെ പാർട്ട് സ്റ്റുഡിയോന്റെ ഒറിജിൻ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മുടെ പാർട്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഇവിടെ ഒരു ട്രയാഡ് വന്നതാണ്. സെഡ് മുകളിലേക്കായിട്ടും എക്സ് ഇങ്ങോട്ടും വൈ ഇങ്ങോട്ടും ഈ ഒരു ഐറ്റം ആണ് നമുക്കിപ്പോ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ ഇതിനെ ഇവിടെ വെച്ചിട്ട് റീനെയിം ചെയ്യാണ്. അപ്പൊ നമുക്കത് ഓൺ എൻറ്റിറ്റി ബിറ്റ്വീൻ എൻറ്റിറ്റി ഒക്കെ നമുക്ക് ഫിക്സ് ചെയ്യാം. തൽക്കാലം ഞാനിപ്പോൾ ഓൺ എൻറ്റിറ്റി കൊടുക്കുന്നത് ജസ്റ്റ് ഫോർ ഡെമോൺസ്ട്രേഷൻ. ഞാൻ പറയുന്നത് ലിഡ് മെയ്റ്റ് കണക്ടർ MC എന്ന് എഴുതണം. ഓക്കെ, ഞാൻ ഇവിടെ വരുന്നു. വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാ പാർട്ടിനെയും ഞാൻ ഒറിജിൻ വെച്ചിട്ട് ടൈ ചെയ്യാൻ നോക്കുകയാണ്. കേസിനെയും ഞാൻ ഡിഫൈൻ ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ഒരു ബഡും നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഞാൻ എക്സാമ്പിൾ ആകുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയി. നമുക്ക് ലെഫ്റ്റ് ബഡ് അങ്ങനെ ഞാൻ 3 മെയ്റ്റ് കണക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ അസംബ്ലിയിലേക്ക് വരികയാണ്. ഓക്കെ, ഞാൻ അസംബ്ലിയിൽ വന്നിട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ ഞെക്കിയിട്ട് നമ്മുടെ കറണ്ട് ഡോക്യുമെന്റ്, നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റ് എന്ന് റെഫർ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടന്റ്. തൽക്കാലം ഞാൻ കറണ്ട് ഡോക്യുമെന്റ് സെലക്ട് ചെയ്തിട്ട്, അതായത് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് പാർട്ട് സ്റ്റുഡിയോ 1 എന്നുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ കേസ് ഇൻസേർട്ട് ചെയ്തു, കേസ് ബോട്ടം ഇൻസേർട്ട് ചെയ്തു, ലെഫ്റ്റ് ബഡ് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ 3 പാർട്ട് ഇൻസേർട്ട് ചെയ്തല്ലോ ഈ അസംബ്ലിയിലേക്ക്. ഈ പാർട്ടിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നീക്കി കഴിഞ്ഞാൽ ഈ പാർട്ടൊക്കെ ഇപ്പൊ നീങ്ങി കളിക്കുന്നുണ്ട്. കാരണം ഇത് സ്പേസിൽ ഫിക്സ്ഡ് അല്ല. ഇനിയാണ് നിങ്ങൾ നോക്കേണ്ട സാധനം. ഇപ്പോ ഈ 3 പാർട്ടിനും ഉണ്ടാക്കിയ മെയ്റ്റ് കണക്ടേഴ്സ് കിടക്കുന്നത് കണ്ടില്ലേ? ഇപ്പൊ ഇവിടെ കിടക്കുന്നത് ഈ പാർട്ടിനോട് റെസ്പെക്റ്റീവ് ആയിട്ട് ഇവിടെയാണ് കിടക്കുന്നത് സ്പേസിൽ. അതേസമയത്ത് ഈ പാർട്ടിനോട് റെസ്പെക്റ്റീവ് ആയിട്ട് ഇവിടെ, ഈ പാർട്ടിനോട് റെസ്പെക്റ്റീവ് ആയിട്ട് ഇവിടെയാണ് കിടക്കുന്നത്. ഈ മെയ്റ്റ് കണക്ടർ ഇതിനോട് ടൈഡ് ആണ്. ആ ഒരു റിലേഷൻ കീപ്പ് ചെയ്യുന്നത്. അതായത് ആ മെയ്റ്റ് കണക്ടർ, അത് ഒറിജിനിൽ നിന്ന് XYZ ലാണ് നമ്മുടെ ബഡ് ഉണ്ടാവുക.
XYZ നമ്മുടെ ലിഡ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഒരാൾക്ക് ഒറിജിൻ മാത്രം ഡിഫൈൻ ചെയ്തുകൊണ്ട് അയാൾക്ക് മെയ്റ്റ് ഡിഫൈൻ ചെയ്യാം. അല്ലാണ്ട് ബാക്കിയുള്ള പാർട്ടിന്റെ ഫീച്ചേഴ്സിനെ വെച്ചില്ല. അപ്പൊ പാർട്ടിന് ഒരു മെയ്റ്റ് ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് അവിടെ തന്നെയാവും പോയി മെയ്റ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫൈൻഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെയും കൂടി വന്നിട്ട് ഞാൻ അസംബ്ലിക്കിന്റെ ഒറിജിൻ വെച്ചിട്ട് ഞാൻ ഒരു മെയ്റ്റ് ഉണ്ടാക്കും, ഒരു മെയ്റ്റ് കണക്ട് ഉണ്ടാക്കും. ഇത് അസംബ്ലിക്കുള്ള മെയ്റ്റ് കണക്ടറാണ്, തെറ്റരുത്. അപ്പൊ അസംബ്ലിയുടെ മെയ്റ്റ് കണക്ടർ ഇത്. അത് ഞാൻ ഒന്നും കൂടി റീനെയിം ചെയ്യാണ്. ഒറിജിൻ എന്ന നെയിമിൽ അസംബ്ലിന്റെ ഒറിജിനെ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യാണ്. ഇനിയാണ് ഞാൻ മെയ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ ഫാസൻ മെയ്റ്റ് എന്ന് പറഞ്ഞു. ഫാസൻ മെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെന്റും ഇല്ലാത്ത ഒരു മെയ്റ്റ്, കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ഇൻ സ്പേസ്. അത് സെലക്ട് ചെയ്യുന്നു. ഞാൻ ഈ പ്രാവശ്യം സെലക്ട് ചെയ്യുന്നത് 2 മെയ്റ്റ് കണക്ടേഴ്സിനെയാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഒറിജിൻ ആയിട്ടാണ് ടൈ ചെയ്യേണ്ടത്. ഒറിജിനും എടുക്കുന്നു, ലെഫ്റ്റ് ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ട്രയാഡ് കണ്ടില്ലേ, ഹാസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ട് മൂവ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ഈ ബഡിന് ആ സിമ്പിൾ കാണുന്നില്ല. അതിന്റെ കാരണം എന്താ, ഈ ബഡ് ഫിക്സ്ഡ് ആയി. ഇനി ഇത് നീങ്ങില്ല. ഇനി വീണ്ടും നമ്മൾ ഇതിനും കൂടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതും ഇതിലേക്കും സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനിയാണ് ഇതിന്റെ ഈ ഓൺ ഷേപ്പിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അസംബ്ലിയാണ്. നമ്മുടെ പാർട്ട് സ്റ്റുഡിയോയിൽ ഉണ്ടാക്കിയ പോലെ തന്നെ പാർട്ട് സ്റ്റുഡിയോന്റെ ഫീച്ചേഴ്സിനെ റെഫർ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു അസംബ്ലി. ഈ അസംബ്ലി നമുക്ക് ഇനി ഇതിലേക്ക് കുറേ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം. എത്ര വേണമെങ്കിലും നമുക്ക് ഫീച്ചേഴ്സ് ആഡ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഈ അസംബ്ലിയിലെ എല്ലാ പാർട്ടും ഫിക്സ്ഡ് ആയി. ഇനി എന്താ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നാളെ വന്നിട്ട് ഈ കേസിന്റെ സൈസ് മാറ്റുകയാണ്. ഈ സൈസ് ഒക്കെ ഞാൻ പാർട്ട് സ്റ്റുഡിയോയിൽ മാറ്റുകയാണ്. ആ സമയത്ത് എനിക്ക് അസംബ്ലി പോയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ എന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആണെങ്കിൽ, ഞാൻ മെയ്റ്റ് കണക്ടേഴ്സ് ഉപയോഗിച്ച് ഞാൻ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണമെങ്കിൽ എനിക്ക് പിന്നെ ഈ അതിന്റെ അസംബ്ലിയിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട പോലും ആവശ്യമില്ല. എനിക്കറിയാതെ അവിടെ തന്നെ ഉണ്ടാവുന്നത്. ആ ഒരു ഫിക്സഡ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക. ആ ഒറിജിനോട് എവിടെയാണോ നമുക്ക് ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ളത് അവിടെ തന്നെയായിരിക്കും ചെയ്യുക. ഇപ്പം 3 എഞ്ചിനീയർമാർ 3 സ്ഥലത്തായിട്ട് ഡിസൈൻ ചെയ്യുകയാണ്. ആ സമയത്ത് ആ എഞ്ചിനീയേഴ്സിന് ഒറ്റ ഒരു ഫീഡ്ബാക്ക് മതി. യുവർ ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പാർട്ട് XYZ പൊസിഷനിൽ നിന്ന് ഇത്രയായിരിക്കും പോയിരിക്കേണ്ടത് എന്ന് മാത്രം ഒരു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ പാർട്ട് അസംബ്ലിയിൽ വരുമ്പോൾ അവിടെ ഡിഫൈൻഡ് ആയിരിക്കും ആ ഒരു പോയിന്റിൽ. നമുക്ക് ഇതേപോലെ തന്നെ ഈ ഒരു മെയ്റ്റിനെ നമുക്ക് എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം. നമുക്ക് ഈ മെയ്റ്റിനെ ഫാസ്റ്റഡ് മെയ്റ്റിന് പകരം നമുക്ക് എന്താ പറയുക, സിലിണ്ടർ ആക്കാം, ബോൾ ആക്കാം, പാരലൽ ആക്കാം, അങ്ങനെ എല്ലാ ഓപ്ഷൻ ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോകുന്നതായിരിക്കും. തൽക്കാലം ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ലൈഡർ ഇടുകയാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ സ്ലൈഡർ ഇട്ടപ്പോ എന്തുണ്ടായേ, അതിനൊരു മൂവ്മെന്റ് വന്നു, കണ്ടില്ലേ? നമ്മൾ അതിനെ വീണ്ടും ഫാഷനിലേക്ക് മാറ്റുന്നു. അപ്പൊ എല്ലാം ഫിക്സ്ഡ് ആയി അല്ലേ. ഇനി നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ ലിഡിന്റെ മെയ്റ്റിനെ മാറ്റിയിട്ട് ഞാൻ അതിനെ മാത്രം സ്ലൈഡറിലേക്ക് ഇടാണ്. അപ്പൊ ലിഡ് മാത്രമല്ല തുറക്കാൻ പറ്റുള്ളൂ, കണ്ടില്ലേ? മെയ്റ്റ് ആവുമ്പോൾ എങ്ങനെയാണ് മെയ്റ്റ് ആവണേ എന്നുള്ളതിന്റെ എക്സാമ്പിൾ ആണ് അത്. ആ പാർട്ടിന്റെ സെഡും ഒറിജിന്റെ സെഡും കൂടിയിട്ടാണ് മെയ്റ്റ് ആവുക ആസ് ഡിഫോൾട്ട് കേട്ടോ. അത് നമുക്ക് മാറ്റാൻ പറ്റും. നമുക്ക് ഇവിടെ വന്നിട്ട് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് ഫ്ലിപ്പ് ചെയ്യാനൊക്കെ പറ്റും. അത് കണ്ടില്ലേ, ഫ്ലിപ്പ് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം, സെഡിനെ വെച്ച് റൊട്ടേറ്റ് ചെയ്യാം, ഓഫ് സെറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാൻ പറ്റും നമുക്ക്. പക്ഷെ ആസ് ഡെഫിനിഷൻ നമുക്കിപ്പോ മൂവ്മെന്റ് വേണ്ട, ഒരു മൂവ്മെന്റ് ഇല്ലാത്ത ഒരു പാർട്ട് ആണെങ്കിൽ ഫിക്സഡ് മെയ്റ്റ് കൊണ്ട് വെച്ച് മാത്രം ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ വേണ്ട സ്ഥലത്തൊക്കെ പാർട്ടുകൾ വേണ്ട സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് തന്നെ ഡിഫൈൻഡ് ആയിട്ട് തന്നെ CAD വരും. അതാണ് ഇതിന്റെ ഈ ഓൺ ഷേപ്പ് എന്നുള്ളതിന്റെ ഒരു നല്ലൊരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ബാക്കിയുള്ള എല്ലാ CAD-നും നമുക്ക് ഒരു ചേഞ്ച് വരുത്തുമ്പോഴത്തേക്കും നമ്മുടെ
അസംബ്ലിയിലത്തെ മെയ്റ്റ്സ് ഒക്കെ പൊട്ടി ആകെ ഡാമേജ് ആയി. പിന്നെയും നമ്മൾ മെയ്റ്റ് കറക്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് കുറെ സമയം എടുക്കും. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ, ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ വളരെ നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് നിങ്ങൾ കമന്റ്സിൽ വന്ന് പറയുക. ഞാൻ ചെറിയ ചെറിയ ട്യൂട്ടോറിയൽസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ട് സ്മോൾ സ്റ്റെപ്സ് ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ മറക്കണ്ട. ഞാനിങ്ങനെ ഓരോ ചെറുതായി ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. കുറച്ചൊരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ടുള്ള കാഡ്സ് ചെയ്യണം എന്നാണ്. അപ്പൊ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള കാഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഹാപ്പി ലേണിംഗ്. ടേക്ക് കെയർ.